ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സബ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം. അതേപോലെ തന്നെ അതിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത് വൈറ്റും അതേപോലെ യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. 4 മുട്ടയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത്. 4 മുട്ട നല്ലതുപോലെ കുറച്ച് വാനില എസൻസും അതേപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നേരത്തെ ചെയ്തിരുന്നപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളയും അതേപോലെ മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് ഞാൻ ചേർക്കുന്നത്. വാനില എസൻസ് ഇല്ലെങ്കിൽ വാനില പൗഡറാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളടുത്ത് എസൻസ് ആണെങ്കിൽ എസൻസ് ചേർക്കാം. ഇത് ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ കുറച്ച് മതി. എപ്പോഴും ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ റെഡ് വെൽവെറ്റ് കേക്കിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 കപ്പ് പാലിനകത്തോട്ട് 2 ടീസ്പൂൺ വിനേഗർ ചേർത്തിട്ടാണ് ബട്ടർ മിൽക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഇതിൽ കാണിച്ചില്ല, നേരത്തെയുള്ള വീഡിയോയിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. ഈ സ്റ്റേജ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. 2-3 പ്രാവശ്യം ഇതേപോലെ അരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതേപോലെ ഈ കൊക്കോ പൗഡറിലൊക്കെ ഇതേപോലെ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കുകയും ചെയ്യാം. ഇങ്ങനെ കട്ടകളൊക്കെ ഉണ്ടാകുമ്പോൾ കേക്കിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2-3 പ്രാവശ്യം അരിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വെക്കാം. ഓക്കെ, അതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിലോട്ട് കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. റെഡ് കളറാണ് ചേർക്കുന്നത്. കളർ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇതിലോട്ട് മുട്ടയിലോട്ട് പഞ്ചസാരയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ മുട്ട ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബട്ടർ മിൽക്കും കൂടി കുറേശ്ശെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ബട്ടർ മിൽക്കൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തെടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ചേർത്തെടുക്കുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു പാനിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ 1 kg മെഷറിങ്ങിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൗ ടോപ്പിലോ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കുക. ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ക്വയർ കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ കുത്തി നോക്കുമ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കേക്ക് മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കിയതാണ്. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് എടുത്ത് മാറ്റുകയാണ്. നല്ല തണുത്തതിന് ശേഷമാണ് നമുക്കിത് ഐസിങ് ചെയ്യേണ്ടത്. തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. ഇതിന് ഐസിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ കുറച്ച് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അൽമറയുടെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 50 ഗ്രാമോളം എടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. കുറച്ച് ഷുഗറും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ ബീറ്റ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ ബീറ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുത്താലും മതി, കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ക്രീം എടുക്കാം കേട്ടോ. ഇത് ഞാൻ ഫില്ലിങ്ങിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പുറത്തൊക്കെ ഞാൻ നോർമൽ വിപ്പിംഗ് ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഉള്ളിലുള്ള ഫില്ലിങ്ങിന് മാത്രമേ ഞാൻ ഇത് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ഇപ്പോൾ 2-3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ്.
2-3 ലെയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഐസിങ് ചെയ്ത് തുടങ്ങുന്നത്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൈ ഇതേപോലെ സെൻറ്ററിൽ വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ അന്ന് 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, 2 റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ആണ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഏതായാലും ഐസിങ് ചെയ്ത് തുടങ്ങാം. ഞാൻ 3 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ലതുപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് നല്ലതുപോലെ വെറ്റ് ചെയ്യണം കേട്ടോ, എന്നാലുള്ള കേക്ക് എല്ലാം സോഫ്റ്റ് ആവുള്ളൂ. ഷുഗർ സിറപ്പാണ് നല്ലതുപോലെ വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്രീം ചീസ് എല്ലാ ഭാഗത്തും ഒന്ന് ഒരേ ലെവലിലാക്കുന്ന രീതിയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ലെയറും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് അപ്പോൾ ലെയറൊക്കെ വെക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ സൈഡും ഒരേപോലെ തന്നെ ഇല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പൊക്കെ വെച്ച് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. മൂന്നാമത്തെ ലെയറും ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ലെയർ വെച്ചതിന് ശേഷം ഞാൻ സാധാരണ നോർമൽ വിപ്പിംഗ് ക്രീം വെച്ച് ക്രീം കോട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിതിൽ ക്രീം കോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് ശേഷം ഞാൻ ഒരു റോസറ്റയുടെ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ കൂടുതലായിട്ടുള്ള ക്രീമൊന്നും പിന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ക്രീം കോട്ട് ചെയ്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതാ റോസറ്റയുടെ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഫുൾ റോസറ്റയാണ് വരച്ചു കൊടുക്കുന്നത്. റെഡ് കളറിലുള്ള ഒരു റോസറ്റയാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് വലുതും ചെറുതായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഡിസൈനൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഏകദേശം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തിട്ടാണ് ബാക്കിയുള്ള മുകളിലുള്ള ഞാൻ കറക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ ഫ്ലവേഴ്സ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഈ കേക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഭാഗം അറിയാൻ ഞാൻ ഫസ്റ്റ് റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിലിടാം, ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമുക്കെല്ലാവർക്കും തന്നെ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ 2 രീതിയിലുള്ള റെഡ് വെൽവെറ്റ് കേക്കും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 രീതിയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ 2 രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കേക്കിനും തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതാണോ എളുപ്പത്തിൽ രീതിയിൽ തോന്നുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതേപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. 1-2 ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കെല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാണ് റെഡിയാക്കിയിട്ടുള്ള കേക്ക്. വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അമർത്തി, അപ്പോഴേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വാലൻറ്റൈൻസ് ഡേയും കൂടി വിഷ് ചെയ്തുകൊണ്ട് ഓക്കെ, ബൈ ബൈ, താങ്ക് യു.